ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ ഗ്രേവിയും ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പോകണ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ, ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ ചിക്കൻ ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 കിലോ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ചിക്കൻ ഞാൻ കഴുകുകയാണ്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾക്ക് പോയിക്കുന്നിട്ട്. അപ്പോൾ ഓലൊക്കെ സ്കൂളിൽ പോയി അതിന് ശേഷമാണ് ഞാൻ ഇതുണ്ടാക്കാൻ നിന്നത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നത് ഫൈസലാക്കാണ് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങൾ അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനിട്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് പൊരിച്ചെടുക്കണത്. അപ്പോൾ ഫൈസലാക്കിയാണ് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നത്. പക്ഷെ ഒക്കെ റെഡിയാക്കി ആദ്യം സെറ്റാക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഫൈസലാക്കി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ചിക്കൻ ഗ്രേവിക്ക്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞു, ഫൈസലാക്കി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് അടുക്കളയിലുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണ്ടേ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കാണ്ട് കേട്ടോ. ഒരു ഹാഫ് വേവ് ആക്കിയാൽ മതി. പിന്നെ എന്തായാലും ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവും. അപ്പോൾ ചിക്കനൊക്കെ അവിടെ കിടന്ന് വേവട്ടെ. അപ്പം സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പച്ചക്കറി ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടിക്കണം. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ബീൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും കോഴിമുട്ടി മാത്രം എടുത്തിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോസുകളൊന്നും ഞാൻ ഫ്രൈഡ് റൈസൊക്കെ ചേർക്കലില്ല കേട്ടോ. ആകെ ഈ 3 സാധനങ്ങൾ മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ പച്ചക്കറികളൊക്കെ എടുത്ത് മാറ്റിയാണേ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ക്യാരറ്റും ബീൻസൊക്കെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇപ്പുറത്ത് ചിക്കനും റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം 2 ട്രിപ്പാക്കി ഇട്ടിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ കോഴിമുട്ടയും കൂടി മാത്രം ചേർക്കണുള്ളൂ കേട്ടോ ഫ്രൈഡ് റൈസൊക്കെ. അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരുകയാണേ.
അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിലാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതാ ഒരു സൈഡിലേക്ക് ഞാൻ 2 മുട്ട ഉണ്ട് എടുത്തിരിക്കുന്നത്, അത് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും ബീൻസും നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം കേട്ടോ ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ചത്. കുറച്ച് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ചേർക്കണില്ല. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള ഒരു മസാല റെഡി ആയിക്കണേ. ഇങ്ങനെ ഒന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് റെഡിയാക്കി വെച്ചിക്കണേ. പിന്നെ അപ്പോഴത്തേന് ഞാൻ ഫ്രൈഡ് റൈസൊക്കെയുള്ള അരി കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അരി വേവിക്കണത്. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ചിക്കൻ ഇപ്പോഴും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വെള്ളത്തിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഗ്രേവിക്കുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസൊക്കെ ഉള്ളത് മസാലയ്ക്ക് റെഡി. ഇനി ഗ്രേവിക്കുള്ളത് ഉള്ളി കട്ട് ചെയ്ത് ഉള്ളിയും ക്യാപ്സിക്കും ആണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി ഇനി കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഫ്രൈഡ് റൈസ് പല ഇതിലും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനിങ്ങനെ ഉണ്ടാക്കല് സോസും സോയാ സോസും ഒക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവിടെ സോയാ സോസ് ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി കട്ട് ചെയ്യണത് കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ, നൈസാക്കിയല്ല, കുറച്ചൊരു കട്ടിയിലാക്കി കണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ. അപ്പോൾ അത് ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്തെടുത്തത് ഫൈസലൊക്കെ കുക്കിങ് തുടങ്ങിയിട്ടാ. അപ്പോൾ പിന്നെ ഒരു പാത്രത്തിലാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫൈസലൊക്കെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഉള്ളി ഇട്ടെടുത്തേക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂടി അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞടിച്ചാണ്. ഞാൻ അരി ഇടാനുള്ള അതിലാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ തളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ ഫൈസലാക്ക ഗ്രേവി ഉണ്ടാക്കാനുള്ള അതിലാണ് കേട്ടോ. അപ്പോൾ അതാ ഉള്ളി കുറച്ചൊന്ന് വാടിയപ്പോൾ അതിലേക്ക് ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടെടുത്ത്. പിന്നെന്താ ഇട്ടെടുത്തത്? പച്ചമുളക്. പച്ചമുളകിന് പിന്നെ ഇട്ടെടുത്തിട്ടാ. പിന്നെ ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകും പൊടിയും മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതാ കുറച്ച് സോസും കൂടി ഒഴിക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഏകദേശം ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. എന്താണ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം എന്താ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെന്താ പഠിച്ചോനെ ചേർത്തത്? തേങ്ങാപ്പാലല്ല കേട്ടോ, കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കട്ടി കൂടാൻ വേണ്ടിയാണ് കേട്ടോ, ഒരു കട്ടിയിൽ നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ. പിന്നെ അതാ കറിവേപ്പിലയും നമ്മളെ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നല്ലൊന്ന് കട്ടിയിൽ ഒന്ന് സെറ്റായി വരും. നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക്. അപ്പോൾ ഇതാ ഞാനിവിടെ അടുക്കളയുടെ കോലാണ് ഇട്ടത്. ഞങ്ങൾ രണ്ടാളും കൂടി അടുക്കളയിൽ കയറിയുള്ള അവസ്ഥയാണിത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരി കഴുകി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേവി സെറ്റായിക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ അതിന് ശേഷം ഞാനത് അരി വേവുമ്പോഴത്തേന് ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മൾ അരി വെന്തിക്കണേ. അപ്പോൾ ഞാനത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഊറ്റിയതിന് ശേഷം ഞാൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാല കുറച്ച് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസ് റെഡിയാക്കണം. ഒന്നായിട്ട് ഇട്ടുകൊണ്ട് ഞാൻ കുഴച്ചെടുക്കലില്ല. അപ്പോൾ അരി ഒക്കെ ഒന്നായിട്ട് മുറിഞ്ഞ് പോയി ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് മസാല ഇട്ട്, പിന്നെ കുറച്ച് ചോറിട്ട്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെയും ചോറിട്ട്, അങ്ങനെയാണ് ഞാൻ ഫ്രൈഡ് റൈസ് സെറ്റാക്കി എടുത്തുക്കണത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചിങ്ങാണ്ട് ഇടട്ടെ, പിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കാം. ഞാനത് ഇടാൻ മറന്നതാണ്, ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മയോണൈസും റെഡിയാക്കിന് കേട്ടോ, ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇട്ടെടുത്ത് മിക്സാക്കി നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് സോസുകളൊന്നും ചേർത്തിട്ടില്ല. ക്യാരറ്റും ബീൻസും കോഴിമുട്ടി മാത്രം ഉള്ളി മസാലയിൽ, പിന്നെ കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയപ്പോൾ പിന്നെ വയസ്സിലാക്കാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ ഒന്നും ചൂടാറാനൊന്നും സമയമില്ല കേട്ടോ, ഉണ്ടാക്കുക തിന്നുക ആ ഒരു ഇതാണ്. അപ്പോൾ ഇതാ വയസ്സിലാക്കാക്ക് ഞാൻ കുറച്ചൊന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. വയസ്സിലാക്കാക്ക് മയോണൈസ് വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതും ഗ്രേവിയും കൂടി, അപ്പോൾ ഗ്രേവി കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാ വയസ്സിലാക്കാക്ക് കൊടുത്തിക്കണം. അതിൻ്റെ ശേഷം ഞങ്ങളിതാ പുറത്ത് പോകാൻ ഇട്ടാൽ. അപ്പോൾ പുറത്ത് പോകാണ്ട് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇനി. അപ്പോൾ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോണത് കൊടുവായൂരുള്ള KK ടെക്സ്റ്റൈൽസ് കണ്ടിട്ട്. അപ്പോൾ അനിയത്തിൻ്റെ കുട്ടികൾക്കും ആങ്ങളുടെ കുട്ടികൾക്കും ഡ്രസ്സ് എടുക്കാണ്ട്, അപ്പോൾ ഡ്രസ്സ് എടുക്കാനാണ് ഇപ്പോൾ ഞങ്ങളത് പോണത്.
അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ നല്ല നല്ല സെലക്ഷൻ ഉണ്ട് കുട്ടികളെ ഡ്രസ്സുകൾ. അപ്പോൾ ഞാൻ ഈ അനിയത്തിൻ്റെ മക്കൾക്ക് ടിൻസ് ആയതുകൊണ്ട് ഇരട്ട കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരേ മാതിരത്ത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കളർ ചേഞ്ചാണ് നോക്കുന്നത്. അപ്പോൾ കളർ ചേഞ്ചും ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് പിന്നെ ആങ്ങളുടെ കുട്ടിക്ക് അപ്പോൾ മൂന്നാൾക്കും ഒരേ മാതിരിയുള്ള ഡ്രസ്സാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. കളർ ചേഞ്ച് ഉണ്ടെന്നുള്ളൂ. ഏകദേശം ഒരേപോലെയുള്ള ഡ്രസ്സാണ് ഞാൻ എടുത്തതിൻ്റെ. അപ്പോൾ കടയിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടിട്ടാ. അപ്പോൾ അത് അതിൻ്റെ മഞ്ഞ് നമുക്ക് കിട്ടിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു 3 കൂട്ട് ഡ്രസ്സാണ് നമ്മൾ എടുത്തതിൻ്റെ. അപ്പോൾ ഇതാ ഈ 3 കൂട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. ഇനിയിപ്പം ആണ് വീട്ടിലേക്ക് പോയിങ്ങാണ്ട് ഇത് ഡ്രസ്സും സാധനമൊക്കെ കൊണ്ടുപോയി കൊടുക്കാണ്ട്. അപ്പം നാത്തൂൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. അപ്പം ഈ കട ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഫൈസലാക്കാൻ്റെ കടൻ്റെ അടുത്തുള്ള ഒരു കാക്കാൻ്റെ കട ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കയറി. ഇതിലെന്തല്ലേ എന്തായില്ലേ ഡ്രസ് എടുക്കാൻ പോയെ അലേൻ്റെ കുട്ടിയേക്കും അളിച്ചൻ്റെ കുട്ടിയേക്കും ഒന്നിലും ചെയ്യാ വരുന്ന വൈക്കലാണ് കുഞ്ഞിതാക്കാൻ്റെ നമ്മളെ കുളപ്പുറം മാറ്റിയാണ് ഇടിച്ചാണ് സാധനങ്ങളൊക്കെ സാറേ കാര്യങ്ങൾ ബിസ്ക്കറ്റുകളൊക്കെ ഇന്നത്തെ പുതിയത് ഓപ്പൺ. ഇതെന്താ കാടമുട്ട കുഞ്ഞാക്കാം ഇതെന്താ സാധനം? ഇത് മുട്ടായിയാണ് അല്ലേ? വെറൈറ്റി വെറൈറ്റി മുട്ടായികൾ, ബിസ്ക്കറ്റുകൾ, മഞ്ചുകൾ. കുഞ്ഞിതാക്കാൻ്റെ സ്നേഹമാണത്. ഉണ്ടാക്കാൻ്റെ ഇതാക്ക തന്നെ കുഞ്ഞിതാക്ക ഫ്രീ ആയിട്ട് തന്നാണ്. ആ മനുഷ്യൻ്റെ ആ ചിരി ഉണ്ടല്ലോ, റാഹത്തുള്ള ചിരി. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് മിഠായി ഇതൊക്കെ വാങ്ങിയാണ്ട് ഞങ്ങൾ പിന്നെ പൈസ ഒന്നും വേണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പൈസ ഒക്കെ കൊടുത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ നല്ല മഴ ഇനി. അപ്പോൾ ഞങ്ങൾ മഴത്തിലുള്ള കുപ്പായൊക്കെ പിന്നെ നമ്മളെ വണ്ടിയിൽ സ്റ്റോക്ക് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് പോകണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറിയിട്ട്. അപ്പോൾ അതാ നമ്മൾ നാത്തൂൻ്റെ വീട്ടിലെത്താനായിരിക്കണം. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല ഇതൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ ബൈ.